സൂര്യൻ നിർത്തടാ. ഇപ്പൊ വീണേനെ. നീ എവിടെ പോയടാ? ഞാനില്ല ചേച്ചിയുടെ വീട്ടിൽ പൈസ കൊടുക്കാൻ വിട്ടു. എന്തായാലും നീ വീട്ടിലേക്ക് പോണല്ലേ, ഞാനൂട്ടി വരാം. പിന്നെ എന്റെ സൈക്കിൾ ഈത്തേപ്പു ഭയങ്കര വലിയ സൈക്കിളാണ്. ഓടി നീ പോടാ. ഓ അവള് പറഞ്ഞില്ല സൈക്കിളിന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്ത് പറ്റിയാടാ? ഒന്ന് പൊയ്ക്കോന്ന്. ഓ എന്നെ കേട്ടാണ്ട് പോന്നല്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. പഴം മാത്രം കിട്ടിയില്ല. പഴം കിട്ടിയ എന്താ ഇതൊന്നും ഇങ്ങനെ ഇരിക്കണം? ഞാൻ പോണവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നല്ലോ. പോയി കഴിഞ്ഞപ്പോ വല്ല ബാധയും കയറിയ. ഈ പുട്ടുകൂടത്തിന്റെ കുറ്റി എന്തേ? കുട്ടിയോടത്തിന്റെ കുറ്റി പോയാ നന്നായി. അല്ലെങ്കിൽ ഒരു ഡെയിലി പുട്ടാണ്. ഇവിടെ നേരത്തെ അവിടെ എറണുണ്ടായിരുന്നു, നീ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു, അതെനിക്ക് കിട്ടി. പിന്നെ ഞാനിപ്പോൾ ഒരെണ്ണം പുതിയത് മേടിച്ചാണ്. ഇപ്പം അതിൻ്റെ കണ കാണാനില്ല. നീ തന്നെ അതെടുത്ത് കളഞ്ഞിട്ടുള്ളൂ. എപ്പോഴും പുട്ടാണെന്ന് പറയും. നോക്കിക്കൊണ്ട് പോവാ. ഇത് നല്ല കൂത്ത്. പുട്ടുകുറ്റി കളാന്ന് പറഞ്ഞ ഞാൻ എടുത്തോണ്ട് നീ പോയപ്പോൾ ഞാൻ പൊടി നനച്ച് വെച്ചിട്ടിരിക്കണേ. എന്തുകൊണ്ടുണ്ടാക്കും? എളുപ്പം നോക്കിക്കൊണ്ടു. അല്ല പച്ച വെള്ളം തരികയല്ലേ നീ. ഞാൻ എനിക്ക് അച്ചാമ്മയുടെ പച്ചവെള്ളം ഒന്നും വേണ്ട, കൊണ്ടുപോക്കും. ഒരു പുട്ടുകുറ്റിയായിട്ട് വന്നു. മനുഷ്യന് വിശന്നിട്ടും മേല എന്ത് ചെയ്യുമെന്ന് ഉറക്കി. പുട്ടുകുട്ടുണ്ടാക്കട്ടെ, കളയുമ്പോൾ ആലോചിക്കണായിരുന്നു. ഈ വീട്ടിൽ നിന്ന് ആര് കൊണ്ടുപോകാനാണ് കുറ്റി? നീ എടുക്കാതെ ആര് കൊണ്ടുപോകാനാണ്? പിന്നെ അച്ചാമ്മ തന്നെ എടുത്ത് വല്ലയിടത്തും കളഞ്ഞു കാണും. കഴിഞ്ഞ ദിവസം തന്നെ ആ പാത്രം കഴുകേണ്ട വെള്ളത്തിന്റെ കൂടെ എല്ലാം കണ്ടെത്തിക്കൊണ്ടേ കളഞ്ഞത്. എന്നിട്ട് എന്റെ പേര് പറഞ്ഞില്ല. അതിനെ കരടാണ്. ആ ഈ കരടായത് കൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം മറ്റേ കുക്കറിന്റെ മൂടി കാണാത്തത്. ചൂള കാണാതൊക്കെ വരും. പക്ഷേ എന്ന് വെച്ചാൽ ഇത് കുറ്റി ഇത്ര നീളമുള്ള കുറ്റി വെള്ളത്തിന്റെ കൂടെ കളഞ്ഞു. ചൂളയല്ല, മൂടിയുടെ കാര്യമാണ് പറഞ്ഞത്. അത് ഞാനവിടെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ കാണാനില്ല എല്ലാ സാധനം. കഴിഞ്ഞ ദിവസം തപ്പി നടക്കാണ്ടായിരുന്നല്ലോ. പിന്നെ കുറ്റി നോക്കിക്കൊണ്ടുപോവാ. എനിക്ക് വിശക്കാണ്. കഞ്ഞി ഇരിപ്പില്ലേ? കഞ്ഞിയുണ്ട്, ആ താറാവിൻ്റെ പാത്രത്തിലുണ്ട്. പിടിച്ചേരി പിടിച്ചോണം.
ശ്രദ്ധിക്കാം. അച്ചാമ്മയുടെ പുട്ടൂറ്റി എന്തായാലും കലക്കിയിട്ടുണ്ട്. അല്ല ചാമേ, ഇനി പുട്ടൂരാണ് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എന്നാ നിന്റെ മുട്ടുകാർ തല്ലി ഓടിച്ചേ. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് അരി ഒന്നിട്ടണം. ആ. എങ്കിൽ പുട്ടുപറ്റിക്ക് ഒരു അടപ്പൂടി ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു ചമ്മക്ക്. അടപ്പാണ്. എനിക്ക് ഞാൻ പിടിച്ചുതരാം. പിന്നെ അരി ഇടാൻ പോകുമ്പോഴേ വെള്ളം തിളച്ചിട്ടുണ്ട്, അരിയിട്. അരി ഇടാൻ പോകുമ്പോൾ 3-4 മുട്ട കൂടി കഴുകി അതിലേക്ക് ഇട്ട് കേട്ടാ. ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ. ഇതെന്താണ് അരിയിടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം? ദേ അച്ചാമ്മയുടെ പുട്ടുകുറ്റി ഇതെവിടെ കൊണ്ട് വെച്ചു നീ? അരിക്കലത്തി കിടന്നേച്ച്. നിന്നോട് ആര് പറഞ്ഞു അരിക്കലത്തി കൊണ്ടൊക്കെ? എനിക്ക് ചൊറിഞ്ഞു വന്നിട്ട് അച്ചാമ്മ കൊണ്ട് അളക്കാൻ വേണ്ടിട്ട് അരിക്കലത്തിട്ട് എന്നെ പറയണം. അവളെ മൊത്തം ചീത്ത ഞാൻ കേട്ടു. ആ അരിക്കലത്തി കിടപ്പുണ്ട്. ഇത്ര ചൂടാകണേ എന്തിന്? എനിക്ക് ശരിക്കും ദേഷ്യം കയറണ്ടോ അച്ചാമ്മ? നിനക്ക് ദേഷ്യം കയറി എനിക്കെന്താ? മുട്ടക്കറി ഒന്ന് പെട്ടെന്ന് വെക്കാച്ചാമ്മ. സംഗതി നല്ല രസമുണ്ടല്ലേ?
ആ അച്ഛമ്മയുടെ ഓലപ്പുട്ട് എന്തായാലും കളിക്കിട്ടുണ്ട്. പക്ഷെ അഴിക്കാൻ വേണ്ടിട്ട് ഒരാളെയും കൂടി വിളിക്കേണ്ടി വരും മിക്കവാറും. കൊള്ളാം. ഓലയുടെ ഒരു ഫ്ലേവർ ഉണ്ട്. അല്പം കഴിക്കാൻ ഒരുപാട് പണിയുണ്ട്. മാനെ കഞ്ഞി വന്നിട്ടില്ലേ? കഞ്ഞി അടച്ചാൽ കറിയും കൂടി വെച്ച് നമുക്ക് തീയത്തിക്കാൻ എടുക്കാൻ പോവാം. ഇന്ന് പോണോ? ഇച്ചിരി ഷീറ്റൊക്കെ ഇട്ട് മൂടണം. ഇന്ന് പോകണം. അളപ്പേ മഴ വന്നു കഴിഞ്ഞാൽ തീയത്തിക്കാനൊന്നും ഉണ്ടായില്ല ഏട്ടാ. അല്ല അച്ഛാമ്മ, അച്ഛാമ്മ എന്ത് കാര്യത്തിലാ മറ്റേ പുട്ടൂറ്റുകൊണ്ട് അളക്കുന്നത്? അവരവിടെ തൂക്കിയല്ലോ തന്നത്. അവർ തൂക്കി തന്നെന്ന് പറഞ്ഞ് നമ്മളൊന്ന് അളക്കണ്ടേ? അവർ തന്നെ കറക്റ്റാണെന്ന് അറിയണം. എന്നിട്ട് എത്ര കിലോ ഉണ്ടായിരുന്നു തൂക്കിയിട്ട്? കിലോ ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ മേല. 5-6 കുറ്റി ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു സമാധാനം. ആ ബെസ്റ്റ്. ഇന്നൊരു കാര്യം ചെയ്യും, ഇന്നത്തോട്ട് കടയിലേക്ക് പോകുമ്പോഴേ അച്ഛാമ്മ പുട്ടൂറ്റും കൂടി കൊണ്ടു.